സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ സമരം 12ാം ദിവസത്തിലാണ്. മൈം അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രതിഷേധം തുടങ്ങിയത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി 6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. RB സനൂപ് ചേരുന്നുണ്ട്. സനൂപ്, പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. ഓരോ ദിവസവും വ്യത്യസ്തമായ പ്രതിഷേധങ്ങളിലൂടെയാണ് അവരുടെ ബുദ്ധിമുട്ട് സർക്കാരിനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എങ്ങനെയാണ് പ്രതിഷേധിക്കുന്നത്? പോലീസ് യൂണിഫോം ഇടാനുള്ള ആഗ്രഹവുമായിട്ടാണ് ഇവരിപ്പോൾ ഇവിടെ സമരം ആരംഭിച്ചിട്ടുള്ളത്. 12 ദിവസമായി ധന്യ ഇവരുടെ സമരം തുടങ്ങിയിട്ട് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള സമരമുറകൾ നമ്മൾ കണ്ടതാണ്. സ്വന്തം ശരീരം വേദനിപ്പിച്ചുകൊണ്ടുള്ള സമരമുറകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടത്. ഉപ്പുകല്ലിൽ നിന്നുകൊണ്ടുള്ള സമരം, മുട്ടുകുത്തിയ സമരം, ശയനപ്രദർശനം നടത്തിയുള്ള സമരം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സമര രീതികൾ കടന്ന് ഇന്നിപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസമാണ്. ഇന്നിവിടെ മൈം അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ കടന്നു പോകുന്നത്. തങ്ങളുടെ ജീവിതം തന്നെ ഈ മൈമായിട്ട് ഇവിടെ അവതരിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മുഖത്തൊക്കെ ചായവും മറ്റുമൊക്കെ പൂശിയവർ നിൽക്കുകയാണ്. ഈ മാസം 19ാം തീയതിയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. അതിനു മുമ്പ് പരമാവധി പേർക്ക് ജോലി നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇനി വളരെ ചുരുക്കം ദിവസം, ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ള ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീക്കാൻ വേണ്ടി ഇനിയിപ്പോൾ 16ാം തീയതി മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അതിലൊരു പ്രതീക്ഷ വയ്ക്കുകയാണ്. അതിലെങ്കിലും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികളുള്ളത്. നമുക്ക് അവരോട് തന്നെ അവരുടെ അഭിപ്രായം ചോദിക്കാം. അവർ എത്ര കണ്ട് ഈ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുകയാണ്? ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, വീടുകളിൽ വരെ ജോലികളുമായിട്ടിരുന്ന് സമാധാനത്തോടെ ഇരിക്കേണ്ട ദിവസമായിരുന്നു. പക്ഷേ ഇപ്പോഴും നിങ്ങളിവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ഇരിക്കുകയാണ്. ഇനി ഒരു 6 ദിവസമേ നമുക്ക് മുന്നിലുള്ളൂ. പക്ഷേ ഇപ്പോഴും നമ്മൾ ഗവൺമെൻറ്റിന് മുന്നിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ അവരുടെ ലിസ്റ്റ് അവസാനിക്കുന്നതിന് തൊട്ട് 2 ദിവസം മുന്നേ ബൾക്ക് വേക്കൻസി വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് 19ാം തീയതി അർദ്ധരാത്രി വരെ സമയമുണ്ട്. ആ അർദ്ധരാത്രി വരെയും നമ്മൾ ഗവൺമെൻറ്റിനും മേലൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട്, നമുക്കൊരു ബൾക്ക് വേക്കൻസി തരുമെന്നത്. കാരണം ഇപ്പോഴും നമ്മൾ അവർക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുക അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഇപ്പോഴും കൈകൂപ്പി തന്നെയാണ്. ഇന്നലത്തെയും മെനിയാന്നത്തെയൊക്കെ പ്രതിഷേധ സമരമുറ എടുത്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോഴും കൈകൂപ്പി തന്നെയാണ്. ഇന്നത്തെ ഈ മൈം സമരം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കടന്നു വന്ന വഴിയാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു മൈമിലൂടെ നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത്. നമ്മൾ പഠിച്ചതും പരീക്ഷ എഴുതിയതും പിന്നെ നമ്മൾ ഫിസിക്കൽ പാസ്സായതും പിന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നതും നമ്മളെ സന്തോഷിച്ചതും നോ വേക്കൻസി എന്ന് പറയുന്നത് കാണിക്കുന്നതും അവസാനം നമ്മൾ എല്ലാവരുടെ മുമ്പിൽ ഒരു കോമാളി ആകേണ്ടി വന്നതും ഉൾപ്പെടെയാണ് നമ്മൾ ഈ മൈമിലൂടെ സെറ്റാക്കിയിരിക്കുന്നത്. നാളെ ഇപ്പോൾ വിഷുവാണ്. ഇവിടെ തന്നെ ആയിരിക്കുമോ സമരം? വീട്ടിൽ പോകുമോ? ഇല്ല, ഇവിടെ തന്നെ ആയിരിക്കും സമരം. ഇവിടെ തന്നെ ആയിരിക്കും, വീട്ടിൽ പോവില്ല. ഇവിടെ ഫുൾ ടൈം ഇവിടെ ആയിരിക്കും. കാരണം നമുക്കൊരു വേക്കൻസി വരാത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ നിർത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വേക്കൻസി വരുന്നവരെയും ഇവിടെ തന്നെ ആയിരിക്കും. 19ാം തീയതി വരെ ഇവിടെ തന്നെ ആയിരിക്കും. ജീവിതത്തിലെ ഒരു സുഖ സന്തോഷങ്ങളും തങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. തങ്ങൾക്ക് തങ്ങളുടെ ജോലി, അർഹതപ്പെട്ട ഒരു ജോലി നൽകണം, കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യണമെന്ന ആവശ്യം തന്നെയാണ് ഈ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. തങ്ങളുടെ ജീവിതം ഇതുവരെ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളെല്ലാം ചേർത്ത് ഇപ്പോൾ മൈമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. 19ാം തീയതി അർദ്ധരാത്രിയാണ് ഇവിടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. 16ാം തീയതി മന്ത്രിസഭാ യോഗമുണ്ട്. അതിലൊക്കെ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. നാളെ വിഷുവാണെങ്കിൽ പോലും വിഷുവിനും ഇവിടെ സമരം ഇരിക്കാൻ തന്നെയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം തന്നെയാണ്. ശരി സനൂപ്.